വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. എൻ്റെ 3ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഞാൻ ഇത് കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുന്നത് കാണാൻ താല്പര്യമുണ്ട്, എന്നാൽ ഈ ഞാൻ പറയുന്ന ഓരോരോ വിഷയങ്ങളെപ്പറ്റി കേൾക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു 1.5 മിനിറ്റിലൊക്കെ ഒതുങ്ങുന്ന ഇതിൻ്റെ തന്നെ ഓരോന്നിൻ്റെയും പെട്ടെന്നുള്ള വീഡിയോ, അതായത് ഷോർട്ട് വീഡിയോ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് കണ്ടോളൂ കേട്ടോ. ഇന്നത്തെ ഈ ലോകത്ത് എപ്പോഴും എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് കുടുംബ ബന്ധങ്ങളില്ല, പണ്ടത്തേതുപോലെയുള്ള ആ ഒരു സ്നേഹമില്ല, ഇഴയെടുപ്പമില്ല എന്നുള്ളതൊക്കെ. അത് ഒരു പരിധി വരെ എന്നല്ല, ഒരു പരിധി കൂടുതൽ ഇപ്പോഴത്തെ കാലത്ത് സത്യമാണെന്ന് പറയാതെ വയ്യ അല്ലേ. മിക്കവരും അതിന് കാരണമായിട്ട് പറയുന്നത് പണ്ടത്തെ ആ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്ന് മാറിയതും ഇപ്പം എല്ലാവരും അണുകുടുംബമായിട്ട് ജീവിക്കുന്നു. ഇപ്പം അണുകുടുംബം പോലുമില്ല, ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങുന്നു. അപ്പം എല്ലാവരും സ്വാർത്ഥരാകുന്നു, അവനവൻ്റെ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വലിയൊരു കൂട്ടുകുടുംബത്തിലൊന്നുമല്ല ജനിച്ചതെന്നുണ്ടെന്നുണ്ടെങ്കിലും അപ്പച്ചന്, അമ്മച്ചി, ഞങ്ങൾ സഹോദരങ്ങളെല്ലാം കൂടി ഒരു 11 പേര് വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ എല്ലാ വീടുകളിലും കാണുന്നത് പോലെ പരസ്പരം നല്ല അടിയുണ്ട്, വഴക്കുണ്ട്, പാരവെപ്പുണ്ട്, എല്ലാം പങ്കുവെക്കലുണ്ട്, സ്നേഹമുണ്ട്, കരുതലുണ്ട്, എല്ലാം അറിഞ്ഞാണ് വളർന്നത്. എപ്പോഴും അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോഴെങ്കിലും, കുറച്ച് താമസിച്ചാണെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനും, അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളും പെതിയെയാണ് ഭാവിയിലേക്കുള്ള നമ്മൾ തന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പഴയ അമർഷങ്ങളും ഒക്കെ ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ നമുക്കതെല്ലാം വിട്ടുകളഞ്ഞിട്ട് ഇത് ഓരോന്നും നമുക്ക് പാഠങ്ങളായിട്ട് മനസ്സിൽ വെച്ചിട്ട് നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാനാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വന്നിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മളെ വളരെ നല്ല രീതിയിൽ വ്യത്യാസപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഈ പറയുന്ന എനിക്കും 60 വയസ്സായി. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നല്ല, ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് തന്നെ അത് തിരുത്താനും ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന എൻ്റെതും ഒരു അണുകുടുംബം തന്നെയാണ്. ഭാര്യയും ഭർത്താവും എൻ്റെ ഒരു മകളും മാത്രമേ ഉള്ളൂ. എനിക്ക് 23 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് എൻ്റെ മോളുണ്ടായത്. അപ്പോൾ അന്നത്തെ എൻ്റെ ആ ഒരു വിവരം വെച്ചിട്ട് ഞാൻ വളരെ നന്നായിട്ട് വളർത്തിയെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ എനിക്കറിയാം എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ തിരിച്ചറിയുമ്പോൾ എന്നെക്കൊണ്ട് കറക്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല കേട്ടോ. മനുഷ്യരല്ലേ, സാധാരണ മനുഷ്യർ. അപ്പോൾ എല്ലാവർക്കും തെറ്റുപറ്റും. അപ്പം തെറ്റുപറ്റി വിഷമിച്ചിരിക്കാതെ നമ്മൾ എത്ര പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നു, കറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലേ കാര്യം. ഇപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഏറ്റവും പ്രധാനമുള്ള ഒരു 2 കാര്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കൊച്ചുകുട്ടികളിലൊക്കെ കാണുന്നത് ഏറ്റവും കൂടുതൽ സ്വാർത്ഥതയും ആഡംബര ജീവിതത്തിനോടുള്ള ഭ്രമവും മയക്കുമരുന്നിന് അടിമപ്പെടലും ഒക്കെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊച്ചുനാൾ മുതൽ കുഞ്ഞുങ്ങളെ പൈസയുടെ ബുദ്ധിമുട്ട് അറിഞ്ഞ് തന്നെ വളരണം. ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കാതെ. നമ്മളുടെ ആഗ്രഹമാണ് നമുക്ക് ചെറുപ്പകാലത്ത് കിട്ടാതെ പോയതെല്ലാം കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്താൽ അവർ സന്തോഷമാകുമെന്ന്. പക്ഷേ അവരത് വേറെ മോശമായിട്ടുള്ള ഒരു വഴിയിലേക്ക് പോകാനായിട്ട് മിക്കവാറും അത് കാരണമാകും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തു പറയുന്നത് കേട്ടോ. ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാനായിട്ട് ഞാനൊരു സൈക്കോളജിസ്റ്റോ പ്രത്യേകം പഠിച്ച ആളോ ഒന്നുമല്ല കേട്ടോ. ഞാൻ 60 വയസ്സായ ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളെന്നുള്ളത് മാത്രം നിങ്ങൾ കണക്കാക്കിയാൽ മതിയേ. ഈ ഒരു ചാനൽ തുടങ്ങിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര പേര് കാണും, കേൾക്കും ഈ വീഡിയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എങ്കിലും കേട്ട ഓരോരുത്തർക്കും നന്ദി പറയുന്നതിനോടൊപ്പം എല്ലാ നന്മകളും ആശംസിക്കുന്നു. താങ്ക്